സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ദീനിൽ ഏത് സാഹചര്യത്തിലും ഒരു സ്ത്രീ ആദരിക്കപ്പെടുന്നവളാണ്. ഒരിക്കലും സ്ത്രീയെ ഇസ്ലാമിൽ അടിച്ചമർത്തുകയോ അവളുടെ അവകാശങ്ങൾ ഹനിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഇസ്ലാമിന് മുന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലനിന്നിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആമുഖം പറഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു സ്ത്രീക്ക് ആദരവാണ്, സംരക്ഷണമാണ്. അവൾക്കെല്ലാ അർത്ഥത്തിലുമുള്ള പവിത്രതയും അള്ളാഹുവിൻ്റെ ദീൻ കൽപ്പിച്ചിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു സ്ത്രീയോട്, ഒരു മുസ്ലിം സ്ത്രീയോട് ഹിജാബ് കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു അതാ അവന്റെ പ്രവാചകനെ വിളിച്ചു, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകനെ, ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, താങ്കളുടെ ഭാര്യമാരോട്, താങ്കളുടെ പെൺമക്കളോട്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും താങ്കൾ പറയുക നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ തലയുടെ മുകളിൽ നിന്ന് അവരുടെ മുഖത്തേക്ക്, അവരുടെ മാറിടങ്ങളിലേക്ക് അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. എന്തിനാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമം, ഈ ആയത്ത്, ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചത്? അല്ലാഹു തന്നെ പറയുന്നു, ദാലിക അദ്നാ അൻ യുഅറഫ്ന, അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്. അവർ സത്യവിശ്വാസിനികളാണ്, അവർ പതിവ്രതകളാണ്, അവർ തങ്ങളുടെ ചാരിത്രം സൂക്ഷിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്. ഫലാ യുദൈൻ, അതോടൊപ്പം അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാനും വേണ്ടിയാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്ത് അവതരിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിന്, അവിടുത്തെ പെൺമക്കൾക്ക്, സത്യവിശ്വാസിനികൾക്ക് ഈ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തു. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, അമറല്ലാഹു നിസാഅൽ മുഅ്മിനീൻ, അല്ലാഹു ഇദാ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് കൽപ്പിക്കുന്നു, ഇദാ ഖറജ്ന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജത്തിൻ, അവർ വല്ല ആവശ്യങ്ങൾക്കും തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അയ്യുഗത്തീന വുജൂഹഹുന്ന മിൻ ഫൗഖി റുഊസിഹിന്ന ബിൽ ജലാബീബ്, ജിൽബാബുകൾ കൊണ്ട് അഥവാ മേൽത്തട്ടം കൊണ്ട്, മുഖമക്കന കൊണ്ട് അവരുടെ തലയുടെ മുകളിൽ നിന്ന് താഴേക്ക് അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, അവരുടെ മുഖങ്ങൾ മറച്ചുകൊള്ളട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കൽപ്പിച്ചത്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരോട് ഈ രൂപത്തിൽ പുറത്തേക്കിറങ്ങാൻ അന്യരുടെ ഇടയിലൂടെ, അന്യർക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിയമം അല്ലാഹു പറഞ്ഞത് അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്, സത്യവിശ്വാസിനികൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്, അതുപോലെ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര മനോഹരമായ, എത്ര മഹത്തരമായ നിയമനിർദ്ദേശമാണിത്. ഇത് പാലിക്കുന്ന നാടുകളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഉപദ്രവം, അതുപോലെയുള്ള പ്രയാസങ്ങൾ, പീഡന കഥകൾ, വൃത്തികെട്ട കഥകൾ, മോശമായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നില്ല. മറിച്ചവർ പതിവ്രതകളായി, മുഅ്മിനാത്തുകളായി, നല്ല സ്ത്രീകളായി അവർ കുടുംബജീവിതം നയിക്കുന്നു. എന്നാൽ ഇത് വലിച്ചെറിയാൻ പറയുന്ന, ഇത് ഊരിയെറിയാൻ പറയുന്ന, ഇതിൻ്റെ മേൽ ആക്രോശിക്കുന്ന ആളുകൾക്ക് എന്നും പറയാനുള്ളത് ഇതുപോലെയുള്ള പീഡന കഥകളാണ്, യാതന കഥകളാണ്, അതുപോലെയുള്ള പുറത്തേക്ക് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ദീനിലെ നിയമം സഹോദരങ്ങളെ ഏറ്റവും യുക്തിപൂർണമാണ്. ഇത് പാലിച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സംരക്ഷണ വലയത്തിലാണ്. അല്ലെങ്കിൽ സഹോദരങ്ങളെ, കഴുക കണ്ണുകൾ കൊത്തിവലിക്കും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നത് അവരുടെ ശരീരപ്രകൃതിയിലുള്ളതാണ്. ഒരാണിന് പെണ്ണിനെ കണ്ടാൽ എന്താണ് തോന്നുക എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒറ്റക്ക് പോയതും ഒരുമിച്ച് ജോലി ചെയ്തതും അങ്ങനെയുള്ള കേന്ദ്രങ്ങളും അതുപോലെയുള്ള സ്ഥലങ്ങളും പിന്നീട് അവിടെ നടന്ന കഥകൾ ചാനലുകൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞു പറയുന്ന ദുരവസ്ഥ അള്ളാഹുവിന്റെ ദീനിലെ മുഅ്മിനീങ്ങളായ സ്ത്രീകൾക്കില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ അങ്ങനെ ഒരു ദുരവസ്ഥ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇത് ഊരിയെറിയാൻ പറയുന്ന ആളുകൾ, ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്ക് അവർ ആ സമയത്ത് അങ്ങനെ പറഞ്ഞാലും പിന്നീടതാ അവരുടെ ഇതുപോലെയുള്ള കഥകൾ പുറത്തേക്ക് വരുന്നു, പീഡന കഥകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അയാൾ അങ്ങനെ നോക്കി, ഇയാൾ ഇങ്ങനെ പിടിച്ചു വലിച്ചു, അയാൾ ഉപദ്രവിക്കാൻ നോക്കി എന്നൊക്കെ പറയേണ്ട ഒരു ദുരവസ്ഥ സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, ഹിജാബ് എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ സംരക്ഷണത്തിന് വേണ്ടി നൽകിയതാണ്. ആ സംരക്ഷണ വലയത്തിലാണ് മുഅ്മിനീങ്ങളായ സ്ത്രീകൾ ഉള്ളത്. അവർക്കത് സംരക്ഷണമാണ്, അതാണ് അവരുടെ സ്വാതന്ത്ര്യം. എൻ്റെ ശരീരത്തിൻ്റെ അങ്കലാവണ്യം എനിക്ക് അല്ലാഹു ഹലാലാക്കി എൻ്റെ ഭർത്താവിന് മാത്രമേ
ഞാൻ നൽകുകയുള്ളൂ, അയാൾക്ക് മാത്രമേ കാണാൻ ഞാൻ വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകുന്നു പരിശുദ്ധ ഇസ്ലാമിൽ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം, അവകാശവാദം ഒക്കെ പറയുന്ന ആളുകൾ മുസ്ലിം സ്ത്രീയുടെ ഹിജാബിന്റെ കാര്യത്തിൽ മാത്രം അതില്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യം പറയും. അതങ്ങനെയല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതങ്ങനെ ആക്കണ്ടേ, ഇതിങ്ങനെ ആക്കണ്ടേ, ഇതെന്താ അങ്ങനെയാണോ എന്നൊക്കെ പറയും. എന്നാൽ മുസ്ലിം സ്ത്രീ അവളുടെ ശരീരം മറക്കണം, അവൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഹാലിളകുന്നു. ഇത് സഹോദരങ്ങളെ ഈ ദീനിനോടുള്ള അവരുടെ അടങ്ങാത്ത ദേഷ്യവും വെറുപ്പുമാണ്. അത് സത്യവിശ്വാസിനികളായ മുസ്ലിമീങ്ങളായ സഹോദരിമാർ തിരിച്ചറിയണം. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് തലയുടെ മുകളിൽ ഒരു നേർത്ത തുണി വിരിച്ചാൽ അതാണ് ഹിജാബ് എന്നാണ്. അതല്ല പ്രിയമുള്ളവരെ, ഹിജാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് തലയുടെ മുകളിൽ നിന്ന് മുഖത്തേക്ക് മാറിടങ്ങളിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നാണ്. അതാണ് ഹിജാബ്, അതാണ് സംരക്ഷണം. ഇന്ന് അതല്ലെങ്കിൽ പലപ്പോഴും എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ഹിജാബ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഹിജാബിന്റെ മാധുര്യവും മഹത്വവും അറിഞ്ഞവരാണ്, ഉൾക്കൊണ്ടവരാണ് മുസ്ലിമീങ്ങളായ സ്ത്രീകൾ, സഹോദരിമാർ. അതുകൊണ്ട് അതിൻ്റെ അഭിമാനം, അതിൻ്റെ ഇസ്സത്ത് അതൊരിക്കലും നമ്മൾ കളഞ്ഞു കുളിക്കരുത്. പഴയ കാലത്തൊക്കെ മുഖം മറച്ച് നിഖാബ് ധരിച്ച് ഹിജാബ് ധരിച്ച് നടക്കുക എന്നുള്ളത് എല്ലാവരും സർവ്വസാധാരണയായി കണ്ടിരുന്നതാണ്. ഇന്നിതാ പല ആളുകളും അത് ഊരിയെറിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ചർച്ചകളായി, നടുറോട്ടിൽ കൊത്തിവലിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിനൊക്കെ കാരണക്കാർ മുസ്ലിം സമുദായം തന്നെയാണ് പ്രിയമുള്ളവരെ. നമ്മൾ എന്ന് അല്ലാഹുവിൻ്റെ ദീനിലേക്ക് തിരിച്ചു മടങ്ങുന്നോ അന്ന് നമുക്ക് ഇസ്സത്തുണ്ടാകും. എല്ലായ്പ്പോഴും സൂചിപ്പിക്കാനുള്ളത് അതാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ ദീൻ പാലിക്കാൻ തയ്യാറാവുന്നോ എങ്കിൽ ഒരാളും നമ്മുടെ ദീനിൻ്റെ നിയമങ്ങൾ കൊത്തിവലിക്കാൻ വരികയില്ല. നമ്മളെല്ലാ സ്ഥലത്തും തലയിൽ നിന്ന് ഈ തട്ടം ഊരിയെറിഞ്ഞ് അങ്ങനെ ആടിപ്പാടി നടക്കുന്നു. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഒരു ഹിജാബിന് വേണ്ടിയുള്ള പ്രതിഷേധവും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. രാഷ്ട്രീയ മുതലെടുപ്പുകൾ എടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ, ഇസ്ലാമിനോടുള്ള വൈരാഗ്യങ്ങൾ മുതലെടുക്കുന്ന ആളുകളുണ്ട്. പല രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം മുന്നിലേക്ക് വരുമ്പോൾ പല ആളുകളും പ്രതികരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുക, അതിൽ അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകും. ഇന്നിതാ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു, പലപ്പോഴും ഉള്ളതാണത്. ആ സ്കൂളിൽ നിന്ന് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കുന്നില്ല, ആ സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്നില്ല, അവിടുത്തെ നിയമം അതിനെതിരാണ്. എന്തിനാണ് പ്രിയമുള്ളവരെ ഈ അപമാനം തലയിലേറ്റു വെക്കുന്നത്? എന്തിനാണ് ഈ അപമാനം തലയിലേറ്റു വെക്കുന്നത്? ഇത് സാധിക്കുന്ന സ്ഥലങ്ങളിൽ പഠിപ്പിച്ചാൽ പോരെ? ശിരോവസ്ത്രം ധരിച്ച സ്ത്രീയാണ് പറയുന്നത് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത്. എന്തൊരു വിരോധാഭാസമാണ്, നിങ്ങൾ നോക്കൂ. മതചിഹ്നത്തിന്റെ പേരിൽ അവർ ധരിച്ചിരിക്കുന്നു, എന്നാൽ ഒരു മുസ്ലിം പെൺകുട്ടി അവൾക്കത് ധരിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇതേ ആളുകൾ തന്നെ വേറെ വല്ല വിഷയവും വന്നാൽ എന്തേ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് എന്ന് ചോദിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് രക്ഷിതാക്കളെ പ്രിയമുള്ളവരെ ഈ അപമാനം സഹിക്കുന്നത്? നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് മക്കളുടെ ദീൻ കളഞ്ഞു കുളിക്കാൻ എന്ത് ധൈര്യമാണ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വരുന്നത്? നാളെ അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹു ചോദിക്കുക, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആണോ, വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റുകളാണോ, ഡിഗ്രികളാണോ ചോദിക്കുക റബ്ബ് സുബ്ഹാനഹു വ തആല? അല്ലാഹു ചോദിക്കുക, നിന്റെ മകളെ നീ എങ്ങനെ വളർത്തിയെന്നാണ്. അവൾ ദീൻ പാലിക്കുന്നുണ്ടോ? നിസ്കരിക്കാൻ അയക്കാത്ത സ്കൂളുകൾ, സ്ഥാപനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അതിന് സാധിക്കുന്നിടത്ത് ചേർത്തുക. എന്തിനാണ് നമ്മൾ ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇത്തരം ആളുകളുടെ സ്ഥാപനങ്ങൾ താങ്ങി നിർത്തുന്നത്? ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ അവർ ചിന്തിക്കട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിന്റെ അന്തസ് പാലിച്ചുകൊണ്ട് പഠിക്കാനുള്ള എത്ര സ്ഥാപനങ്ങൾ ഇതുവരെ ഉണ്ടാക്കി? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തിനീ പറയുന്ന അപമാനം നമ്മൾ സഹിക്കണം? അല്ലാഹു റബ്ബുൽ ആലമീൻ തിരിച്ചറിവ് നൽകുമാറാവട്ടെ.